Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Pioneer, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പഴയങ്ങാടി താവം റെയിൽവേ മേൽപ്പാലം പ്രവൃത്തി നടക്കുമ്പോൾ കാൽനട യാത്രക്കാർ റെയിൽപാളം മുറിച്ചു കടക്കുന്നത് ജീവൻ പണയം വെച്ച്. ദ്രുതഗതിയിൽ പ്രവൃത്തി പൂർത്തിയാക്കും എന്ന് അറിയിച്ചിരുന്നുവെങ്കിലും പ്രവൃത്തി നടക്കുന്നത് മന്ദഗതിയിലാണെന്ന് ആക്ഷേപം. പ്രതിഷേധം വ്യാപകം. താവം മേൽപ്പാലത്തിലെ ഉപരിതല ടാറിംഗ് മുഴുവൻ ഇളക്കി മാറ്റുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത്. ശനിയാഴ്ചയാണ് പ്രവൃത്തി ആരംഭിച്ചത്. 5 ദിവസം പൂർത്തിയായിട്ടും പഴയ ടാറിംഗ് ഇളക്കി മാറ്റുന്ന പ്രവൃത്തി പൂർത്തിയായില്ല. ദ്രുതഗതിയിൽ പൂർത്തിയാക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും പ്രവൃത്തി മന്ദഗതിയിലാണ്. രാത്രികാലങ്ങളിൽ കൂടി പ്രവൃത്തി നടത്തണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. പാലം അടച്ചിട്ടതോടെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ചെറുതല്ല. റെയിൽവേ ട്രാക്ക് മുറിച്ചു കടന്നാണ് യാത്രക്കാർ പഴയങ്ങാടിയിലേക്കും തിരിച്ചും എത്തുന്നത്. എന്നാൽ ഇത് പ്രായമായവർക്കും കുട്ടികൾക്കും ഉൾപ്പെടെ ഏറെ പ്രയാസം തന്നെയാണ്. ഏത് നിമിഷവും ട്രെയിൻ വന്നേക്കാം. ഇവിടെ റെയിൽവേ ഗേറ്റ് ഇല്ലാത്ത സാഹചര്യത്തിൽ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളോ സജ്ജീകരണങ്ങളോ അധികൃതർ ഒരുക്കി നൽകിയിട്ടില്ലെന്ന പരാതിയും ഉയരുന്നുണ്ട്. അത് ഈ അടുത്ത കാലത്തൊന്നും തീരുമെന്നും തോന്നുന്നില്ല. കാരണം രാവിലെ 10 മണി ആയി കഴിഞ്ഞാൽ പോലും പണി തുടങ്ങാത്തൊരവസ്ഥയുള്ളത്. ആ ദിവസം തുടങ്ങുമെന്ന് പറഞ്ഞ ദിവസം ഒന്നും പണി തീരെ നടന്നില്ല. ഇപ്പോൾ പോലും ഒരു 8 മണിക്ക് അവർക്ക് പണി തുടങ്ങിക്കഴിഞ്ഞാൽ 2 മണിക്കൂർ നമുക്ക് അവർക്ക് പിന്നെ അത് ആഡായി കിട്ടും. പക്ഷെ ഇത് 10 മണി ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് പോലെ ഒരു 10 മണിക്ക് വന്നിട്ട് പണി തുടങ്ങുക എന്നുള്ളത് കൊണ്ട് അത് നീണ്ടുപോകുന്നതാണെന്ന് തോന്നുന്നു. പിന്നെ ഇനിയിപ്പോൾ എക്സാമൊക്കെ വരാൻ പോകുന്നു. SSLC +2 എക്സാമൊക്കെ വരുമ്പോൾ കുട്ടികൾ നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കുട്ടികളിപ്പോൾ നടന്ന് പോവുകയാണ്. അപ്പോൾ അവർക്ക് ആ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെടും. നമുക്കൊരു പരീക്ഷയൊക്കെ എഴുതുന്ന സമയത്ത് ഇങ്ങനെ നടന്നു പോവുക എന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ തെരുവ് വിളക്കില്ലാത്തതും ദുരിതം ഇരട്ടിപ്പിക്കുകയാണ്. സ്ത്രീകൾ ഉൾപ്പെടെ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് ഈ വഴിയിലൂടെ സഞ്ചരിക്കണം. പ്രവൃത്തി എത്രയും വേഗത്തിൽ പൂർത്തിയാക്കി ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യം ശക്തമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. എണ്ണ സംഭരണശാലയെ കർഷകരുടെ ചെറുത്തുനിൽപ്പിലൂടെ ഓടിച്ച കണ്ടങ്കാളി താലോത്തുവയലിൽ പ്രകൃതിയുടെ പുഞ്ചിരി എന്ന പോലെ തലയുയർത്തി നിൽക്കുകയാണ് സൂര്യകാന്തി പൂക്കൾ. താലോത്തുവയലിലെ പരമ്പരാഗത കർഷകനായ മുട്ടിൽ ലക്ഷ്മണന്റേതാണ് ഈ സൂര്യകാന്തി പാടം. പ്രകൃതിയുടെ പുഞ്ചിരിയായി സൂര്യകാന്തി പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന മനോഹര കാഴ്ചയാണ് പയ്യന്നൂർ കണ്ടങ്കാളിയിലെ പുഞ്ചക്കാട് തലോത്ത് വയലിലെത്തുന്നവർക്ക് കാണാൻ സാധിക്കുക. സൂര്യന്റെ ദിശയെ പിന്തുടർന്ന് തല ഉയർത്തി നിൽക്കുന്ന ഈ സൂര്യകാന്തി പൂക്കൾ ഇങ്ങനെ ഒരു പാടമാക്കി മാറ്റിയതിന്റെ പിന്നിലെ കരങ്ങൾ മുട്ടിൽ ലക്ഷ്മണൻ എന്ന ആളുടെയാണ്. നമുക്ക് വിശേഷങ്ങളൊന്ന് കണ്ടുവരാം. മാസങ്ങൾക്ക് മുൻപ് താലോത്ത് വയലിലെ പരമ്പരാഗത കർഷകനായ മുട്ടിൽ ലക്ഷ്മണൻ സൂറത്തിലേക്കുള്ള ഒരു യാത്രയിൽ ലഭിച്ച കുറച്ച് വിത്തുകളോടെയാണ് ഒരു ചെറിയ സ്വപ്നത്തിന് തുടക്കം കുറിച്ചത്. സൂറത്ത് യാത്രയിൽ കൈവശം കിട്ടിയ ആ വിത്തുകൾ വീട്ടുമുറ്റത്ത് പരീക്ഷണമായി നട്ടപ്പോൾ മണ്ണിനോടുള്ള സ്നേഹവും കർഷകന്റെ ആത്മവിശ്വാസവും കൈകോർത്തു. പരീക്ഷണം വിജയിച്ചതോടെ പഞ്ചവിള കൃഷിയോടൊപ്പം വയലിൽ സൂര്യകാന്തിയും കൃഷി ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. ചേട്ടാ, എത്ര കാലമായി ഈ സൂര്യകാന്തി കൃഷിയിലേക്ക് ഇറങ്ങിയിട്ട്? ഇത് ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമാണ്, ആദ്യമായിട്ട് ഒരു പരീക്ഷണത്തിന് ഇറങ്ങിയതാണ്. അതെ 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 അതെ. എങ്ങനെയാണ് ഈ ഒരു ഐഡിയയിലേക്ക് എത്തിച്ചേരുന്നത്? ഇതെന്ന് പറഞ്ഞാൽ കുറേ വർഷം മുമ്പ് ഞാൻ സൂറത്ത് പോയ സമയത്ത് കുറച്ച് വിത്ത് കൊണ്ടതിന് എൻ്റെ വീട്ടിൽ ചെയ്തു ഒരു 3 വർഷം മുമ്പേ. അപ്പോൾ അത് നല്ല ഒരു മഴക്കാലത്തായിരുന്നു. അത് വളരെ നന്നായിട്ട് അവിടെ പിടിച്ചിരുന്നു. പക്ഷേ മഴക്കാലത്തായതുകൊണ്ട് കുറേ ഒടിഞ്ഞു പോയി. അന്നേരം എൻ്റെ ഭാര്യ പറഞ്ഞു, അത് നമുക്ക് പാടത്തും കൂടി ചെയ്തുകൂടെ. ആ ഇത് വെച്ചിട്ടാണ് ഇത് 3 വർഷം കഴിഞ്ഞ ശേഷം അത് എല്ലാ വർഷവും പറയുന്നുണ്ട്. ഈ വർഷം അത് പ്രാവർത്തികമാക്കി. ഇന്ന് ആ പ്രതീക്ഷകൾ സ്വർണ്ണ നിറമുള്ള പൂക്കളായി വയലൊട്ടാകെ വിരിഞ്ഞു നിൽക്കുകയാണ്.
കാറ്റിൽ ആടിയുലയുന്ന സൂര്യകാന്തി പൂക്കൾ ഒരു ചിത്രശാല പോലെ കാഴ്ചക്കാർക്ക് മുന്നിൽ വിരിഞ്ഞു നിൽക്കുന്നു. ഈ മനോഹര കാഴ്ച കാണാൻ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേർ എത്തുന്നു. ഫോട്ടോകളും വീഡിയോകളും പകർത്തി നിമിഷങ്ങൾ സ്വന്തം ഓർമ്മകളാക്കി മാറ്റുകയാണ് പലരും. ഒരുപാട് പേര് ഇവിടെ കാണാൻ വേണ്ടി എത്തുന്നുണ്ടോ? ഒരുപാട് പേര് പല സ്ഥലത്തും നമുക്ക് എന്ന് പറഞ്ഞാൽ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ ഹർത്താൽ ദിവസവും ഭയങ്കര ആൾക്കാരായിരുന്നു. പല സ്ഥലത്തുനിന്നും വിളിക്കും. ഇതെല്ലാം ഇപ്പം നമുക്ക് ഭയങ്കര ഒരു തോന്നുന്നുണ്ട്. ഏകദേശം എത്ര മാസമായി ഈ ഒരു കൃഷി? ഇത് 2 മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞതേ ഉള്ളൂ. അടുത്ത വർഷവും ഇതുപോലെ സൂര്യകാന്തി കൃഷി തുടരുമെന്ന പ്രതീക്ഷയിലാണ് ലക്ഷ്മണൻ. അതിനായി ഈ വർഷം വിരിഞ്ഞ എല്ലാ പൂക്കളിൽ നിന്നുമുള്ള വിത്തുകൾ ശേഖരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം. ഒരാളുടെ ചെറിയ ശ്രമം ഒരു ഗ്രാമത്തിന്റെ അഭിമാനമായി മാറുന്ന കാഴ്ചയാണ് ഇന്ന് താലോത്ത് വയൽ സമ്മാനിക്കുന്നത്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സൗഹൃദത്തിന്റെ മനോഹര ഉദാഹരണമായി ഈ ഒരു നാടിന്റെ അഭിമാനമായി തലയുയർത്തി നിൽക്കുകയാണ് ഈ താലോത്ത് വയലിൽ സ്ഥിതി ചെയ്യുന്ന ഈ സൂര്യകാന്തി പാടം. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. സ്ത്രീകൾ പൊതുവെ കൈവെക്കാത്ത തെങ്ങുകയറ്റ തൊഴിലിൽ വിജയം കൈവരിച്ചിരിക്കുകയാണ് അരവഞ്ചാൽ കാഞ്ഞിരപ്പൊയിലിലെ KV ഗീത. സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരവും ഗീതയെ തേടിയെത്തിയിരിക്കുന്നു. വനിതകൾ കൈയടക്കാത്ത തൊഴിലിടങ്ങൾ ഇന്ന് ഇല്ലെന്നു തന്നെ പറയാം. അവിടെയും വ്യത്യസ്തയാവുകയാണ് അരവഞ്ചാൽ കാഞ്ഞിരപ്പൊയിലിലെ KP ഗീത. സ്ത്രീകളാരും അത്ര എളുപ്പം കൈവെക്കാത്ത തെങ്ങുകയറ്റ തൊഴിൽ മേഖലയിലാണ് ഗീത വിജയം കൈവരിച്ചിരിക്കുന്നത്. ഇതിനാകട്ടെ സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരവും ഗീതയെ തേടിയെത്തി. ചെറിയ പ്രായത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഗീത പയ്യന്നൂർ കാനായിയിലെ അമ്മയുടെ സഹോദരിയുടെ സംരക്ഷണയിലായിരുന്നു വളർന്നത്. 25ാമത്തെ വയസ്സിൽ വിവാഹത്തിനു ശേഷമാണ് കാഞ്ഞിരപ്പൊയിലിൽ താമസം ആരംഭിച്ചത്. കൂലിപ്പണിക്കിടെ കുടുംബശ്രീ പ്രവർത്തനങ്ങളിൽ ഗീത സജീവമായി. പെരിങ്ങോം വയക്കര പഞ്ചായത്ത് 2017 രൂപീകരിച്ച കാർഷിക കർമ്മസേനയിൽ അംഗവുമായി. അന്യം നിന്നു പോകുന്ന തൊഴിലിടങ്ങൾ തിരിച്ചുപിടിക്കുന്നതിനും തൊഴിൽ പരിശീലനത്തിനും സേന നേതൃത്വം നൽകിയിരുന്നു. അങ്ങനെ തെങ്ങുകയറ്റ പരിശീലനത്തിൽ ഗീതയും പങ്കാളിയായി. തളിപ്പറമ്പ് കരിമ്പത്ത് 7 ദിവസത്തെ പരിശീലനം പൂർത്തിയാക്കി. അതോടെ തെങ്ങുകയറ്റം ഗീതയ്ക്ക് ഒരു ഹരമായി മാറുകയായിരുന്നു. ആദ്യ നാളുകളിൽ പ്രതിഫലമില്ലാതെയായിരുന്നു സേവനം ചെയ്തിരുന്നത്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിവിധയിടങ്ങളിൽ ഗീതയുണ്ട്. തൊഴിലിടങ്ങളിൽ ലഭിക്കുന്ന സ്നേഹവും പരിഗണനയുമാണ് തെങ്ങുകയറ്റം സ്ഥിരം ജോലിയാക്കാൻ സഹായിക്കുന്നതെന്ന് ഗീത പറയുന്നു. 8 വർഷമായി തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്നു. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു വാർത്ത എന്ന് പറയാൻ, കണ്ണൂർ ജില്ലയിൽ തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരം അവാർഡിന് കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ തിരുവനന്തപുരത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് വരണത്രേ. ഒരു സന്തോഷം, ഒരുപാട് സന്തോഷമുണ്ട്. ഈ തൊഴിലെടുക്കുന്നതിൽ തന്നെ എനിക്ക് വലിയ സന്തോഷവും അഭിമാനമുണ്ട്. പെരിങ്ങോം വയക്കര പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ബിന്ദു രാജൻകുട്ടിയാണ് ഈ മേഖലയിലേക്ക് തന്നെ നയിച്ചതെന്നും ഗീത പറയുന്നു. ഭർത്താവ് മോത്തി സാഗറും മക്കളായ ഋതികയും പ്രത്യൂഷും അടങ്ങുന്നതാണ് ഗീതയുടെ കുടുംബം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് പഞ്ചായത്ത് രാജ് നഗരപാലിക ബിൽ അവതരിപ്പിക്കാൻ വഴി തുറന്നതെന്നും അതിന്റെ ചുവടുപിടിച്ചാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സ്വയംഭരണ അധികാരം ലഭിച്ചതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP അഭിപ്രായപ്പെട്ടു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 14ാം പഞ്ചവത്സര പദ്ധതിയിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 വാർഷിക പദ്ധതിയുടെ ഭാഗമായി നടത്തിയ വികസന സെമിനാർ CH ടൗൺ ഹാളിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യത്തിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യയിലെ ജനങ്ങളാണ് ഏറ്റവും പ്രമാണിമാരായ ആളുകൾ. അവരാണ് റിപ്പബ്ലിക്കിനെ തിരഞ്ഞെടുക്കുന്നത്. അവരാണ് പഞ്ചായത്തിനെയും ബ്ലോക്ക് പഞ്ചായത്തിനെയും ജില്ലാ പഞ്ചായത്തിനെയും ഒക്കെ തിരഞ്ഞെടുക്കുന്നത്. അവരാണ് അസംബ്ലി മെമ്പർമാരെ, പാർലമെൻറ്റ് മെമ്പർമാരെ തിരഞ്ഞെടുക്കും. അപ്പോൾ ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരികൾ. ബൈഡനേക്കാൾ ശക്തിയുള്ള ഒരു വജ്രായുധമാണ് വോട്ട്. ആ വോട്ട് ജനങ്ങളുടെ കയ്യിലാണ്. ആ വോട്ട് ജനങ്ങൾ രേഖപ്പെടുത്തുമ്പോഴാണ് കൂടുതൽ വോട്ട് കിട്ടുന്ന ആളുകൾ തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള സെമിനാറിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് കരട് പദ്ധതി രേഖ മുൻ പ്രസിഡന്റ് സത്താർ വടക്കുംപാടിന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP കൈമാറി. ഗ്രാമപഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷ ഫാത്തിമത്ത് അഷ്റിഫ,
പദ്ധതി വിശദീകരണം നടത്തി. വൈസ് പ്രസിഡന്റ് എം രജീഷ് ബാബു, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ടി എസ് നജീബ്, എം കെ പ്രസന്ന, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വി പി സുനീറ, പി രവീന്ദ്രൻ, എം ടി പി ഷാഹിന, പി സനൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഫായിസ് ബീരിച്ചേരി, എം രാമചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പ്രമീള ബോബി, പ്ലാൻ കോർഡിനേറ്റർ കെ വി സുഭാഷ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ ബി വിജയൻ എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പഴയങ്ങാടിയുടെ ടൂറിസം മേഖലയ്ക്ക് മുതൽക്കൂട്ടായി ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റും ബോട്ട് റേസ് ഗാലറിയും പ്രവർത്തനം ആരംഭിച്ചു. എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. പഴയങ്ങാടി മുട്ടുകണ്ടി ഏഴോം റോഡിൽ റിവർവ്യൂ പാർക്കിന് സമീപത്താണ് മലനാട് മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. കരയിൽ നിന്നും 9 മീറ്റർ അകലത്തിൽ പഴയങ്ങാടി കുപ്പംപുഴയുടെ ജലോപരിതലത്തിലാണ് പ്രവർത്തിക്കുന്ന ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ഉള്ളത്. ഇതിനായി 1.88 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. വള്ളംകളി സൗകര്യപ്രദമായി വീക്ഷിക്കുന്നതിന് സാധിക്കുന്ന രീതിയിലാണ് ബോട്ട് റേസ് ഗാലറി നിർമ്മിച്ചിരിക്കുന്നത്. 500 പേർക്ക് ജലോത്സവം വീക്ഷിക്കാനും വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർക്ക് പുഴയുടെ ഭംഗി ആസ്വദിക്കാനും കഴിയും. പദ്ധതിക്ക് 2,87,00,000 രൂപയാണ് അനുവദിച്ചത്. വിനോദസഞ്ചാര വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കെല്ലാണ് ഇരു പ്രവർത്തികളുടെയും നിർവഹണ ഏജൻസി. ഇരു പദ്ധതികളുടെയും ഉദ്ഘാടനം എം വിജിൻ MLA നിർവഹിച്ചു. ജില്ലയിലെ മികച്ച ജലവിനോദ സഞ്ചാര കേന്ദ്രമായി പഴയങ്ങാടി മാറുമെന്ന് എം വിജിൻ MLA പറഞ്ഞു. ഏതായാലും നമ്മുടെ പ്രദേശത്തിന്റെ ടൂറിസത്തിന് ഏറെ ഉപകാരപ്രദമാകുന്ന ഒരു പ്രൊജക്റ്റായി ഇത് മാറുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ 2,56,00,000 രൂപ ചെലവഴിച്ചുകൊണ്ട് മലനാട് റിവർ ക്രൂയിസ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് മാറുന്നത്. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ബബിതകുമാരി അധ്യക്ഷയായി. DV പ്രഭാത്, KN ഗീത, SKP സക്കറിയ, KP മോഹനൻ, VK വിജയൻ, ലേഖ ലിനേഷ്, K പത്മനാഭൻ, MP ഉണ്ണികൃഷ്ണൻ, KB ശ്രീനിവാസൻ, ബാബു രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. അനുതാപത്തിലൂടെയും പാപപരിഹാര പ്രക്രിയകളിലൂടെയും പുണ്യങ്ങളുടെ വലിയ നോമ്പിലേക്ക് ക്രൈസ്തവർ പ്രവേശിക്കുന്ന വിഭൂതി ബുധൻ ആചരിച്ചു. പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്കിടയിൽ വൈദികൻ നെറ്റിത്തടങ്ങളിൽ ചാരം പൂശുന്നതാണ് പ്രധാന കർമ്മം. 50 നോമ്പ് ആചരണ ഭാഗമായാണ് ക്രൈസ്തവ ദേവാലയങ്ങളിൽ വിഭൂതി തിരുനാൾ ആചരിക്കുന്നത്. പള്ളികളും വീടുകളിലും കഴിഞ്ഞ വർഷം ഉപയോഗിച്ച കുരുത്തോലകൾ കത്തിച്ച് ചാരമുണ്ടാക്കി വെഞ്ചരിച്ചാണ് വിഭൂതി അഥവാ കരിക്കുറി തയ്യാറാക്കുന്നത്. നോമ്പാചരണത്തിന് തുടക്കമിട്ട് പള്ളികളിൽ വിശുദ്ധ കുർബാന മധ്യേ വിശ്വാസികളുടെയും സന്യാസ സമൂഹത്തിലെ അംഗങ്ങളുടെയും നെറ്റിത്തടങ്ങളിൽ ചാരമുപയോഗിച്ച് കുരിശു വരയ്ക്കുന്നതാണ് വിഭൂതി ബുധനിലെ പ്രധാന കർമ്മം. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് പള്ളിയിൽ ഇടവക വികാരി ഫാദർ മാത്യു തൈക്കൽ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ മാതമംഗലം ഗവൺമെന്റ് LP സ്കൂളിൽ പുതുതായി ഭക്ഷണശാല ഹാൾ നിർമ്മിച്ചു. ടി മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ മാതമംഗലം ഗവൺമെന്റ് LP സ്കൂളിൽ പുതുതായി ഭക്ഷണശാല ഹാൾ നിർമ്മിച്ചു. ടി മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കെട്ടിടം നമ്മൾ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി തന്നെയാണ് നേരിട്ട് ഓൺലൈനായിട്ട് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അതിനെ തുടർന്നാണ് ഈ കെട്ടിടത്തിൻ്റെ ഈ ആദ്യത്തെ ഈ ക്ലാസ് മുറികളുള്ള ഈ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരുന്ന ഈ കെട്ടിടം ഡൈനിങ് ഹാളായിട്ടും കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കുന്ന സ്ഥലമായിട്ടും ഒപ്പം നമുക്ക് ഇങ്ങനെയൊക്കെയുള്ളവരെ കൂടിച്ചേരാനുള്ള ഒരു കൺവെൻഷൻ സൗകര്യമുള്ള കെട്ടിടമായിട്ടും ഹാളായിട്ടും രൂപമാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള 225 കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കുന്നതിനും മറ്റ് സ്കൂൾ പരിപാടികൾ സംഘടിപ്പിക്കാനും സാധിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് K പ്രീത അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ P ശ്രീകുമാരൻ, AEO TV സുചിത്ര, AV ഷൈമ, K സുധാമണി, PV ബിന്ദു, PV വിജയൻ, MV വിനോദ് കുമാർ, U ജീന, K ശ്യാംലാൽ, ടീന ജീൻസ്, RP സീനമോൾ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.
കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ ആശ്രയ പദ്ധതി പ്രകാരമുള്ള മരണാനന്തര ധനസഹായ വിതരണം മാതമംഗലം വ്യാപാര ഭവനിൽ നടന്നു. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പ്രീത ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ ആശ്രയ പദ്ധതി മരണാനന്തര ധനസഹായ വിതരണം മാതമംഗലം വ്യാപാര ഭവനിൽ നടന്നു. മാതമംഗലം യൂണിറ്റിലും ആശ്രയ പദ്ധതിയിലും അംഗമായിരിക്കെ മരണപ്പെട്ട പി ബാലകൃഷ്ണന്റെ അവകാശിക്ക് ആശ്രയ പദ്ധതി പ്രകാരം മരണാനന്തര ധനസഹായം 10 ലക്ഷം രൂപയാണ് കൈമാറിയത്. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പ്രീത പരിപാടി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ടി മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഗംഗാധരൻ, സെക്രട്ടറി ഹരിത രമേശൻ, പി അബ്ദുൽ ഖാദർ മൗലവി, വി കുഞ്ഞപ്പൻ, കെ ജുനൈദ്, മധുസൂദനൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പിലാത്തറ ടൗൺ സൗന്ദര്യവൽക്കരണ പ്രവൃത്തി പുരോഗമിക്കുന്നു. ടൗണിന്റെ സമഗ്ര വികസനത്തിനും സൗന്ദര്യവൽക്കരണത്തിനുമായി 2 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. പിലാത്തറ ടൗണിന്റെ സമഗ്ര വികസനത്തിനും സൗന്ദര്യവൽക്കരണത്തിനുമായി 2 കോടി രൂപയാണ് അനുവദിച്ചത്. പിലാത്രയിൽ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. പരിയാരം മെഡിക്കൽ കോളേജ്, മാതമംഗലം ഉൾപ്പെടെയുള്ള മലയോര മേഖല, നിരവധിയായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും വരുന്നവർ പ്രധാനമായും ആശ്രയിക്കുന്ന പ്രധാന കേന്ദ്രമാണ് പിലാത്തറ ബസ് സ്റ്റാൻഡും പ്രദേശവും. ദേശീയപാത വികസനത്തോടെ ഈ മേഖലയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഗതാഗതക്കുരുക്ക് ഉൾപ്പെടെ പരിഹരിക്കുന്നതിനും ടൗണിന്റെ മുഖച്ഛായ മാറ്റുന്നതിനുമുള്ള സമഗ്ര പദ്ധതിയാണ് ടൗൺ സൗന്ദര്യവൽക്കരണത്തിലൂടെ വിഭാവനം ചെയ്യുന്നത്. പ്രവൃത്തി പുരോഗമിച്ചു വരികയാണ്. 2 കോടി രൂപയാണ് നവകേരള സദസ്സിന്റെ ഹെഡിൽ വെച്ച് പിലാത്തറ സൗന്ദര്യവൽക്കരണം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് അതിൻ്റെ പ്രവൃത്തി നടത്തുന്നത്. പ്രവൃത്തി നിലവിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വളരെ വേഗതയിൽ തന്നെ മാതമംഗലം ഭാഗത്തേക്കുള്ള റോഡിൻ്റെ വീതി കൂട്ടി ഇന്റർലോക്ക്, ലൈറ്റ്, അതോടൊപ്പം തന്നെ ഫുട്പാത്ത് ഇന്റർലോക്കിംഗ് ഉൾപ്പെടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് അതിമനോഹരമായ രീതിയിൽ നമ്മുടെ സൗന്ദര്യവൽക്കരണം പൂർത്തീകരിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ചെറുകുന്നിലും പഴയങ്ങാടിയിലും സൗന്ദര്യവൽക്കരണ പദ്ധതി നടപ്പിലാക്കുകയാണ്. നമ്മുടെ ടൗണുകളുടെ സൗന്ദര്യവൽക്കരണം തീർച്ചയായും വളരെ പ്രധാനപ്പെട്ടതാണ്. ആ നിലയിൽ 3 പദ്ധതികളും വളരെ വേഗതയിൽ പുരോഗമിക്കുകയാണ്. പിലാത്തറ ടൗണിലെ മാതമംഗലം റോഡിലും പഴയങ്ങാടി റോഡ് ഭാഗത്തും ഇന്റർലോക്ക് ചെയ്ത നടപ്പാത നിർമ്മിക്കും. വ്യത്യസ്തങ്ങളായ അലങ്കാര ചെടികൾ കൊണ്ടുള്ള ഗാർഡൻ, ലൈറ്റിംഗ് സംവിധാനം, ഡ്രൈനേജ് സൗകര്യം, ടാറിംഗ് പ്രവൃത്തി ഉൾപ്പെടെ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കും. പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്നും എം വിജിൻ MLA പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. രാമന്തളി ഗ്രാമപഞ്ചായത്ത് കേരഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനവും യന്ത്രോപകരണങ്ങളുടെ വിതരണവും കല്ലേറ്റുംകടവ് യുവജന കലാസമിതിയിൽ നടന്നു. ടി മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. രാമന്തളി ഗ്രാമപഞ്ചായത്ത് കേരഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനവും യന്ത്രോപകരണങ്ങളുടെ വിതരണവും രാമന്തളി കല്ലേറ്റുംകടവ് യുവജന കലാസമിതിയിൽ വെച്ച് നടന്നു. ചടങ്ങ് പയ്യന്നൂർ നിയോജകമണ്ഡലം MLA ടി മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. പദ്ധതി ഗുണഭോക്താക്കൾക്ക് പമ്പ് സെറ്റ്, തെങ്ങ് കയറ്റ് യന്ത്രം എന്നിവയുടെ വിതരണവും നടന്നു. പരിപാടിയിൽ രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OK ശശിധരൻ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി രാഖി കെ പദ്ധതി വിശദീകരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്ധ്യ S, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ രാജൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ധന്യ സുകുമാരൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിനേശൻ KP, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ശശീന്ദ്രൻ K, ശൈലജ K, കേരഗ്രാമം സെക്രട്ടറി നാരായണൻ PV, പ്രസിഡന്റ് A ബാലൻ, 15ാം വാർഡ് മെമ്പർ അബ്ദുൾ അസീസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കൃഷി ഓഫീസർ ഡോക്ടർ നമിത രഘുനാഥ് സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സവിത C നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാർഷിക പാരിസ്ഥിതിക മേഖലകൾക്ക് അനുസൃതമായ കൃഷിമുറകൾ രൂപപ്പെടുത്തുന്ന ഗവേഷണ പദ്ധതിക്ക് കാങ്കോൽ വിത്തുൽപാദന കേന്ദ്രത്തിൽ തുടക്കമായി. കേരള കാർഷിക സർവകലാശാല പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കേരളത്തിലെ 23 കാർഷിക പാരിസ്ഥിതിക മേഖലയിലും അതത് മേഖലയ്ക്ക് അനുയോജ്യമായ കൃഷിമുറകൾ ഉരുത്തിരിച്ചെടുക്കുന്ന ഗവേഷണ പദ്ധതിയിൽ തീരദേശ മേഖലയിലെ പച്ചക്കറി ഗവേഷണത്തിനാണ് കാങ്കോൽ വിത്തുൽപാദന കേന്ദ്രത്തിൽ തുടക്കമിട്ടത്. പച്ചക്കറി തൈകൾ വിത്തുൽപാദന കേന്ദ്രത്തിൽ നട്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷ രജനി മോഹൻ ഉദ്ഘാടനം ചെയ്തു. പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ ടി വനജ അധ്യക്ഷത വഹിച്ചു. പിലിക്കോട് കേന്ദ്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സാബു ജോസഫ്, അസോസിയേറ്റ് പ്രൊഫസർ PK രതീഷ്, കാങ്കോൽ വിത്തുൽപാദന കേന്ദ്രം മേധാവി K ധന്യ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.
തൊടികളിൽ പാഴാവുകയാണ് സപ്പോട്ട എന്ന ചിക്കു. വിപണിയിൽ കിലോയ്ക്ക് ഇതിന് 80 രൂപ വിലയുണ്ട് താനും. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇനിയും ഇത്തരം ഫലങ്ങളുടെ വിപണന സാധ്യത തെളിഞ്ഞു വരുന്നില്ല. നമ്മുടെ കാലാവസ്ഥയിൽ ധാരാളമായി കായ്ക്കുന്ന ഒന്നാണ് സപ്പോട്ട അഥവാ ചിക്കു. എന്നാൽ ഇതാവട്ടെ തൊടികളിൽ പാഴാവുകയാണ്. വിപണിയിൽ കിലോയ്ക്ക് 80 രൂപ വിലയുണ്ട്. നമ്മുടെ നാട്ടിൽ ഇനിയും ഇത്തരം ഫലങ്ങളുടെ വിപണന സാധ്യത തെളിഞ്ഞു വരുന്നില്ല താനും. സാധാരണയായി ജ്യൂസ് ഉണ്ടാക്കാനാണ് സപ്പോട്ട ഉപയോഗിക്കുന്നത്. ഇത്തരം പഴങ്ങൾ സംസ്കരിച്ചെടുക്കുന്നതിനുള്ള സൗകര്യം ഇല്ലെന്ന് തന്നെ പറയാം. മൂത്ത് പാകമായാൽ മാധുര്യമേറുന്ന സപ്പോട്ടയിൽ നിന്ന് ഉപോൽപ്പന്നങ്ങൾ ശാസ്ത്രീയമായി വേർതിരിച്ചെടുക്കാൻ സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ഒരു ചിലവുമില്ലാതെ തൊടികളിൽ വളർന്ന് ധാരാളം ഫലങ്ങൾ തരുന്ന ഇത്തരം വിളകൾ കൃഷി ചെയ്യുന്ന കർഷകർക്ക് താങ്ങാകുവാൻ സർക്കാരിന് കഴിയേണ്ടതുണ്ട്. എന്നാൽ കൃഷിവകുപ്പ് അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ ഇത്തരം പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നില്ലെന്ന് മാത്രം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ആതുരാലയ വളപ്പിൽ കൂട്ടായ്മയുടെ കരുത്തിൽ വിളയിച്ചെടുത്ത പച്ചക്കറി കൃഷി വിളവെടുപ്പ് തുടങ്ങി. തക്കാളിയും വഴുതിനയും പച്ചമുളകും വെണ്ടയുമെല്ലാം തൃക്കരിപ്പൂർ ഉടുമ്പുന്തല കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ വളപ്പിൽ തയ്യാറാക്കിയ ആരോഗ്യ ഉദ്യാനത്തിൽ സമൃദ്ധമായി വളർന്നുവരുന്നു. സ്ഥാപനാധിഷ്ഠിത പച്ചക്കറി കൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൃക്കരിപ്പൂർ കൃഷിഭവന്റെ സഹകരണത്തോടെയാണ് ഉടുമ്പുന്തല കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരും ആശാപ്രവർത്തകരും ചേർന്നാണ് അരയേക്കർ വരുന്ന സ്ഥലത്ത് കൃഷി ചെയ്തത്. കൃഷിയിടത്തിൽ വെള്ളരി, തണ്ണിമത്തൻ, ദീർഘകാല പച്ചക്കറി വിളകളായ അകത്തി, ചീര, പപ്പായ, കറിവേപ്പില, മുരിങ്ങ തുടങ്ങിയവയും പദ്ധതിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. പച്ചക്കറി ഫലകൃഷിക്കായി കൃഷിവകുപ്പിന്റെ സമഗ്ര പച്ചക്കറി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 50,000 രൂപയുടെ ധനസഹായം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ കൃഷിക്ക് നൽകുന്നുണ്ട്. കുടുംബാരോഗ്യ കേന്ദ്രം വളപ്പിൽ നടന്ന പച്ചക്കറി വിളവെടുപ്പ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ MK പ്രസന്ന ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം M ഷഹർബാൻ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AV രാമദാസ് മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഫാത്തിമത്ത് അഷ്റിഫ, ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ DL സുമ, നീലേശ്വരം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ K ബിന്ദു, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KV ചൈതന്യ, ഡോക്ടർ ധന്യ മനോജ്, കൃഷി അസിസ്റ്റന്റുമാരായ EC ഉഷ, K സജിത്, കുടുംബാരോഗ്യ കേന്ദ്രം സീനിയർ ക്ലർക്ക് RK അനീഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. കുടുംബാരോഗ്യ ജീവനക്കാരായ KV ശശിധരൻ, RK അനീഷ് കുമാർ, ആശാ വർക്കർമാർ തുടങ്ങിയവരാണ് കൃഷിക്ക് നേതൃത്വം നൽകി വരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചെറുകുന്ന് ഇടക്കേപ്പുറം UP സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി വിളംബര ഘോഷയാത്രയും ഫ്ളാഷ് മോബും വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KV രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇടക്കേപ്പുറം UP സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി വിളംബര ഘോഷയാത്രയും ഫ്ളാഷ് മോബും വിവിധ കലാപരിപാടികളും നടന്നു. കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KV രാധാകൃഷ്ണൻ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ച വിളംബര ജാഥ ചെറുകുന്ന് കതിരിവെക്കും തറയിൽ സമാപിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം M ഗണേശൻ, V പ്രസീത, V രാജൻ, CK ഷീബ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഫയലേരിയ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായി കാങ്കോൽ ആലപ്പടമ്പിലെ 1-8 വാർഡുകളിൽ തദ്ദേശീയരായ ജനങ്ങളുടെ രാത്രികാല രക്തപരിശോധന നടത്തി. രക്തപരിശോധനാ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. രാത്രിയിൽ കടിക്കുന്ന ക്യൂലെക്സ് വിഭാഗത്തിൽപ്പെട്ട കൊതുക് വഴി പകരുന്ന മന്ദരോഗത്തിന്റെ വിരകളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് രോഗസാധ്യത ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ രക്തപരിശോധനാ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. 1-ാം വാർഡിൽ വള്ളത്തോൾ സ്മാരക വായനശാലയുടെ സഹകരണത്തോടെ നടന്ന ക്യാമ്പ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T വിജയൻ ഉദ്ഘാടനം ചെയ്തു. 8-ാം വാർഡിൽ MEK വായനശാലയുടെ സഹകരണത്തോടെ നടന്ന ക്യാമ്പ് വൈസ് പ്രസിഡന്റ് NK ഗംഗാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ ആലപ്പടമ്പ ഹെൽത്ത് ഇൻസ്പെക്ടർ EV മഹേഷ്, ജയപ്രകാശ് KT, ഗീത VP, ലാബ് ടെക്നീഷ്യൻ ഹരിഗോവിന്ദ്, MLSP-മാരായ സോഫി CH, രശ്മി P, ആശാപ്രവർത്തകരായ മല്ലിക V, ലത AV എന്നിവരും വായനശാല ഭാരവാഹികളും പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.
ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.